എനിക്ക് ടെസ്റ്റ് അലർജി ഉണ്ട്, അസുഖം പിടിച്ച് ഇപ്പൊ ഒറ്റയ്ക്കാണ്. മീൻസ് വീട്ടുകാരില്ലെന്നല്ല അർത്ഥാക്കിയത്, സീനിയർ ഒന്നും ഇല്ല. കാര്യം ഒരു ദിവസം അങ്ങനെ വീട്ടിലിരുന്ന് അവര് വിചാരിക്കും ഞാൻ ടെർമിനേഷൻ കിട്ടി പേടിച്ച് കുടുംബത്തിരിക്കുകയാണ്. അതിനെനിക്ക് പറ്റില്ല. ഞാൻ എന്താണ് ഇവിടെ പോവന്നെ. നമ്മള് എന്റെ പേര് അക്ഷയ്, ഞാൻ ഇവിടുത്തെ നാനോ സയൻസ് വിദ്യാർത്ഥിയാണ്. അപ്പം നമ്മൾ ഇക്വാലിറ്റിയെ പറ്റി സംസാരിക്കും. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വന്നൊരു വിധിയാണ് ഗേ കപ്പിൾസിനെയും അതുപോലെ തന്നെ ലെസ്ബിയൻ കപ്പിൾസിനെയും അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ആളുകളിൽ അവരെ ബ്ലഡ് ഡൊണേഷനിൽ നിന്നും മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും അത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ഈ ഡൽഹിയിൽ തന്നെ ഈ പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. നമ്മുടെ ഏപ്രിൽ 18-ാം തീയതി എതിർ സത്യവാങ്മൂലം കൊടുത്ത വിദ്വാൻമാരാണ് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊരു ഉത്തരം ഞാൻ നൽകുക? കാര്യം സെയിം സെക്സ് മാരേജിന് എതിർ സത്യവാങ്മൂലം കൊടുക്കാനുള്ള കാരണം നമ്മുടെ സംസ്കാരത്തിനെതിരാണ്. നമ്മുടെ സംസ്കാരം ഇങ്ങനെയാണ് പറയുന്നത്, ഒന്നും ചെയ്യരുത്. സംസ്കാരം മറ്റേ എന്താ പറയാ, ഒരു വേറെ സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്, മനുസ്മൃതി, അതൊക്കെയാണെങ്കില് ഓക്കെ. പക്ഷെ ഇത് ഭരണഘടനയുടെ നാടല്ലേ, മനുസ്മൃതി അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ എന്താ പറയാ, വിഷമത്തോടുകൂടി പറയാണ്. എതിർ സത്യവാങ്മൂലത്തെ ഞാൻ വളരെ വിഷമത്തോടുകൂടി കാണുകയാണ്. വേറെ ഒന്നും തോന്നരുത്. എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കിയ കാര്യം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ചെയ്യരുതായിരുന്നു. സങ്കടമുണ്ട്, ചെയ്തു എന്നുള്ളതിൽ ഒത്തിരി വിഷമമുണ്ട്. പിന്നെ അടുത്ത കാര്യം, ഈ പറഞ്ഞ പോലെ അഡോപ്ഷൻ, സറോഗസി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും എതിർ സത്യവാങ്മൂലം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോർക്ലോസ് ചെയ്യുന്നതും നമ്മൾ ആവശ്യപ്പെടുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാക്കി മാറ്റി അനുകൂലമായ വിധി നേടുവാൻ വേണ്ടി ഒരു പറ്റം പ്രഗത്ഭരായ അഭിഭാഷകർ ഈ മെൻഷൻ ചെയ്ത നമ്മുടെ കേസിന് വേണ്ടി ഹാജരാകുന്നുണ്ട്. അത് ലൈവ് സ്ട്രീമിംഗ് ആണ്, എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുകയാണ്. എനിക്ക് ഒത്തിരി വിഷമമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു കാലത്തും അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഈ ഒരാളുമായിട്ട് ഒരു അഭിഭാഷകയായിട്ട് സംസാരിച്ചു. അഭിഭാഷക പറയാണ്, ഈ LGBT ആൾക്കാർക്കൊക്കെ കുട്ടീനെ അഡോപ്ഷൻ ചെയ്താൽ ശരിയാവില്ല. പക്ഷെ എന്താ കാര്യം? അവര് ഭയങ്കര ക്രിമിനൽസ് ആണ്, അവരെ അഡോപ്ഷൻ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അവര് ക്രിമിനൽസ് ആണല്ലേ, അപ്പൊ അവരെ അഡോപ്ഷൻ കൊടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ദിവസം പത്രത്തിലുണ്ടായിരുന്നു, സ്വന്തം അമ്മ കുഞ്ഞിനെ തലയ്ക്ക് ഇങ്ങനെ ഏതൊരു കടൽ ഭിത്തിയിൽ അടിച്ചു കൊന്നു, എന്നിട്ട് ജയിലിൽ പോയി സുഖവാസം അനുഷ്ഠിക്കുന്നുണ്ട്. അത് ക്രിമിനൽ അല്ല, ആ സ്ത്രീ ക്രിമിനൽ അല്ല. സ്വന്തം അമ്മ കുട്ടിക്ക് പാലിലെന്തോ ചേർത്ത് കൊടുത്തു, കിണറ്റിലോട്ട് വിട്ടു, ക്രിമിനൽ അല്ല. ഇവിടെ LGBT ക്രിമിനൽ ആണ്, അഡോപ്ഷൻ പാടില്ല, സറോഗസി പാടില്ല. ഇന്ത്യയില് ലീഗലായിട്ട് ചെയ്യുന്ന ഒരു വസ്തുതയല്ല സറോഗസി. അത് ഒരു വാടക ഗർഭധാരണം, അത് LGBT ഒന്നും പാടില്ല. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സെക്ഷുവാലിറ്റികളുണ്ട്, ഒന്നും പാടില്ല. കാരണം കുറെ കുത്തിവെച്ചിട്ടുണ്ടല്ലോ ഈ ഹോർമോൺ പോലെ കുറെ. അതായത് എന്താ പറയാ, കോഴി വളരാൻ വേണ്ടി കുത്തിവെക്കില്ലേ, അതുപോലെ തലയിലോട്ട് കുറെ കാര്യങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെളിയിലോട്ട് പോകുന്ന കാലഘട്ടം, അതാണ് ഇനി വേണ്ടത്. അത് നമ്മൾ പറഞ്ഞ് മാറ്റി തന്നെ വേണം. ഈ തലമുറയിൽ അതാ പ്രതീക്ഷിക്കുന്ന കാര്യം. തങ്ങളുടെ കുട്ടികളോട് ഈ ലോകം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. മറിച്ച് ഈ ലോകത്ത് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ച ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നോട്ടോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.